നമസ്കാരം. എല്ലാവരുമായി നന്നായി ഇടപഴകാനും സംസാരിക്കാനും ഒക്കെയുള്ള കഴിവ്, അതായത് സോഷ്യൽ സ്കിൽസ്, അതെങ്ങനെ നമുക്ക് നേടിയെടുക്കാം? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, ആർക്കും പഠിച്ചെടുക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മളൊക്കെ ചിലരെ കണ്ടിട്ടുണ്ടില്ലേ? ഏത് ആൾക്കൂട്ടത്തിലും ഒരു മടിയും കൂടാതെ നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നവർ, ആളുകളെ കയ്യിലെടുക്കുന്ന ആ ഒരു പ്രത്യേക കഴിവ്. ഇതെങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിന്റെ ഒരു രഹസ്യം? അപ്പൊ കാര്യമെന്താന്ന് വെച്ചാല്, ഇതൊന്നും ജന്മനാ കിട്ടുന്നൊരു കഴിവല്ല. സത്യത്തിൽ ഇത് ആർക്കും പരിശീലിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതായത്, എന്റെ സ്വഭാവം ഇതാണ്, എനിക്കിനി മാറാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേ വേണ്ട. കാരണം ഇതൊരു സ്കില്ലാണ്, നമുക്ക് പഠിച്ചും മെച്ചപ്പെടുത്താൻ പറ്റുന്നൊരു സ്കിൽ. ആളുകളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴുള്ള ഒരു ചമ്മൽ, എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത ഒരു ബുദ്ധിമുട്ട്, നമ്മളിൽ മിക്കവർക്കും ഇത് തോന്നിയിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ ഇതൊന്നും നമ്മുടെ മാത്രം പ്രശ്നമായി കാണേണ്ട. പകരം നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വെല്ലുവിളിയായി കണ്ടാൽ മതി. അപ്പോ ഈ വെല്ലുവിളി നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗൈഡ് ബുക്കുണ്ട്. അതിനെയാണ് നമ്മൾ എറ്റിക്കേറ്റ് എന്ന് പറയുന്നത്. സാമൂഹികമായി ഇടപെടുമ്പോൾ ആ കളിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്ന ഒരു തരം പ്ലേബുക്കാണത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓരോ സ്ഥലത്തും എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന കുറച്ച് രീതികൾ. അത്രയുള്ളൂ എറ്റിക്കേറ്റ്. അതായത്, മറ്റുള്ളവർ നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ. ഇതൊക്കെ എവിടെയൊക്കെയാണ് വരുന്നതെന്നൊന്ന് നോക്കൂ. ഒരു കല്യാണത്തിന് പോകുമ്പോ, ഓഫീസില്, ഒരു മീറ്റിംഗിലിരിക്കുമ്പോ, എന്തിന് ഫോണിൽ സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വരെ ഈ എറ്റിക്കറ്റിന് സ്ഥാനമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ മിക്ക സാഹചര്യങ്ങളിലും നമ്മളറിയാതെ തന്നെ ഈ നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ റൂൾസൊക്കെ മനസ്സിലായി. പക്ഷേ ഇതൊക്കെ എന്തിനാ? ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? എന്തിനാണ് ഈ സോഷ്യൽ പ്ലേബുക്കിനെക്കുറിച്ച് നമ്മൾ തലപുകിക്കേണ്ടത്? അതിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം തന്നെ ഒരു നല്ല ഫസ്റ്റ് ഇംപ്രഷൻ. അത് ഭയങ്കര പ്രധാനമല്ലേ? രണ്ടാമതായി, മറ്റുള്ളവരുടെ ബഹുമാനവും അംഗീകാരവും നേടിയെടുക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നല്ല ബന്ധങ്ങൾക്ക് വേണ്ട വിശ്വാസ്യതയുടെ ഒരു അടിത്തറയിടാൻ ഈ നല്ല പെരുമാറ്റം നമ്മളെ ഒരുപാട് സഹായിക്കും. ഇവിടെ പറയുന്നൊരു കാര്യം വളരെ ശരിയാണ്. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് നമ്മളെക്കുറിച്ചും നമ്മുടെ പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മുടെ ഓരോ പെരുമാറ്റവും നമ്മൾ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോ എറ്റിക്കറ്റ് എന്ന് പറയുന്നത് നിയമങ്ങളാണെങ്കിൽ, ആ നിയമങ്ങൾക്ക് ഒരു ജീവൻ കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അതാണ് മാനേഴ്സ്, അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ. നമുക്ക് ആ വിഷയത്തിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ നോക്കൂ, ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. എറ്റിക്കറ്റ് എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ, മാനേഴ്സ് എന്തിനങ്ങനെ ചെയ്യണം എന്നതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കി തരുന്നു. എറ്റിക്കറ്റ് ഒരു പുസ്തകത്തിലെ നിയമങ്ങളാണെങ്കിൽ, മാനേഴ്സ് എന്ന് പറയുന്നത് ആ നിയമങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ബോധമാണ്. മറ്റൊരാളോടുള്ള പരിഗണനയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അപ്പോ ഇതിന്റെയൊക്കെ കാതലായ കാര്യമെന്താണെന്നറിയോ? വളരെ ലളിതമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ പരിഗണിക്കുക. നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. അത്രയുള്ളൂ കാര്യം. ആ ഒരു ചിന്തയാണ് നല്ല എല്ലാ ശീലങ്ങളുടെയും തുടക്കം. ഓക്കെ, ഇത്രയും നേരം നമ്മൾ തിയറി സംസാരിച്ചു. ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം, അല്ലേ? നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന, നിങ്ങളുടെ കയ്യിൽ വയ്ക്കാവുന്ന കുറച്ച് ടൂൾസ്. അപ്പോ ആദ്യത്തെ 3 ടൂൾസ്. ഒന്നാമത്തേത്, നിങ്ങളായിരിക്കുക. മറ്റൊരാളെ പോയി അഭിനയിക്കാൻ ശ്രമിക്കരുത്. അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകും. നിങ്ങളായിരിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നും. രണ്ടാമത്തേത്, ഉത്തരവാദിത്തത്തോടെ പെരുമാറുക. അതായത്, സന്ദർഭം മനസ്സിലാക്കി പെരുമാറുക. ഒരു പാർട്ടിയിൽ പെരുമാറുന്ന പോലെയല്ലല്ലോ ഒരു മരണവീട്ടിൽ പെരുമാറേണ്ടത്. മൂന്നാമത്തേത്, ഒരു ബാലൻസ് കണ്ടെത്തുക. അതായത്, ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുകയും അരുത്, എന്നാൽ ഒന്നും മിണ്ടാതെ ഒതുങ്ങിക്കൂടുകയും ചെയ്യരുത്. ആ ഒരു മര്യാദ എപ്പോഴും നല്ലതാണ്. ഇനി അടുത്ത 2 കാര്യങ്ങൾ. നാലാമത്തേത്, നല്ലൊരു കേൾവിക്കാരനാവുക. കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്തത് എന്ത് മറുപടി പറയണം എന്ന് ചിന്തിക്കാതെ അവർ പറയുന്നത് മുഴുവനായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തേത്, വിനയവും നല്ല പെരുമാറ്റവും. വെറുതെ താങ്ക് യു, സോറി പറയുന്നതല്ല. അതിനപ്പുറം ആത്മാർത്ഥമായി മറ്റൊരാളെ ബഹുമാനിക്കുന്നതിലാണ് കാര്യം. അവസാനത്തെ 2 പോയിന്റ്സ്. ആറാമത്തേത്, ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക.
നിങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നയാൾക്ക് മടുപ്പുണ്ടോ? അവരുടെ മുഖഭാവം, നിൽക്കുന്ന രീതി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതനുസരിച്ച് സംഭാഷണത്തിൽ മാറ്റങ്ങൾ വരുത്താം. ഏഴാമത്തത്, കുറച്ച് ജാഗ്രത. അതായത് എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ എല്ലാവരുമായി പങ്കുവെക്കരുത്, പ്രത്യേകിച്ച് പുതിയ ബന്ധങ്ങളിൽ. പതിയെ പതിയെ വിശ്വാസം വരുന്നതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചുവരാം. ഓർക്കുക, ഇതൊന്നും നമ്മുടെ പേഴ്സണാലിറ്റിയുടെ മാറ്റാൻ പറ്റാത്ത ഭാഗമല്ല, ഇതൊരു സ്കില്ലാണ്. പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ. പിന്നെ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറാൻ പറ്റില്ല. ഇതിന് കുറച്ചു സമയമെടുക്കും. അതുകൊണ്ട് ക്ഷമ വേണം. ഇന്നൊരു ചെറിയ കാര്യം ശരിയാക്കുക, നാളെ മറ്റൊന്ന്, അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയാൽ മതി. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരൊറ്റ കാര്യം ഏതാണ് നിങ്ങൾ ഈ ആഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്? അത് നന്നായി കേൾക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടെ സംസാരിക്കുന്നതാവാം. എന്തായാലും ആ ഒരു ചെറിയ സ്റ്റെപ്പ് വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കേട്ടതിന് ഒരുപാട് നന്ദി.